എൻ്റെ വീടിൻ്റെ അറ്റത്ത് പൊടിപിടിച്ചു കിടന്ന ഒരു പഴയ പെട്ടിയിൽ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത്. നേരം പോക്കിന് നേരറിയാം. ഞാൻ അബൂക്കിനാൻ. ഈ കഴിഞ്ഞ ദിവസം വീടൊന്ന് അടിച്ചുവാരി വൃത്തിയാക്കുന്നതിനിടയിലാണ് കുട്ടികൾ ഉമ്മയുടെ ആ പഴയ തകരപ്പെട്ടി കണ്ടത്. കളിക്കുന്നതിനിടയിൽ അവരത് തുറന്നു പരതിയപ്പോൾ ഉള്ളിൽ നിന്ന് കറുത്തിരണ്ട ഒരു സാധനം കിട്ടി. ഇതെന്താ ഉപ്പച്ചി എന്ന് ചോദിച്ച് അവർ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അവർക്ക് ഇതൊരു വിചിത്രമായ കളിപ്പാട്ടം മാത്രമായിരിക്കാം. പക്ഷേ മണ്ണെണ്ണയുടെ മണമുള്ള പുകയുന്ന കുറേ ഓർമ്മകൾ ഒളിപ്പിച്ചു വെച്ച നമ്മുടെ പഴയ ഉമ്മറത്തെ രാജാവായിരുന്നു ഈ ഓട്ടുവിളക്ക്. ഇതിനെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് തോന്നിയത് ഇതിൻ്റെ വലിയൊരു ചരിത്രമാണ്. കണ്ടില്ലേ, വർഷങ്ങൾ കൊണ്ട് ഇതിനുമേൽ എത്രത്തോളം കറ പിടിച്ചിട്ടുണ്ടെന്ന്. നമുക്കിതിനെ പഴയതുപോലെ ഒന്ന് മിനുക്കിയെടുക്കണം. അതിന് വലിയ കെമിക്കലുകളൊന്നും വേണ്ട. നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള വാളൻ പുളിയും കുറച്ചുപ്പും മാത്രം മതി. ഇതിങ്ങനെ തേച്ചു മിനുക്കുമ്പോൾ ഉള്ളിൽ നിന്ന് വരുന്നത് വെറുമൊരു തിളക്കമല്ല, പണ്ടൊരു കുപ്പി മണ്ണെണ്ണയ്ക്കായി റേഷൻ കടയ്ക്ക് മുന്നിൽ നമ്മൾ കാത്തുനിന്ന ആ പഴയ കാലമാണ്. 1964 കേരളത്തിൽ സമ്പൂർണ്ണ റേഷനിങ് സംവിധാനം വരുന്നതിനും മുൻപേ നമ്മുടെ വീടുകളിൽ വെളിച്ചം നിറച്ചിരുന്നത് ഇങ്ങനെയുള്ള വിളക്കുകളാണ്. ഇന്ന് സ്വിച്ചിട്ടാൽ പകലാകുന്ന, വിദേശങ്ങളിൽ ഇരുന്ന് പോലും നാട്ടിലെ ലൈറ്റ് നിയന്ത്രിക്കുന്ന ഈ കാലത്ത് നാം എത്തി നിൽക്കുമ്പോൾ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്. ഈ മണ്ണെണ്ണ വിളക്കുകളെ പതുക്കെ പിന്നിലാക്കിക്കൊണ്ട് കേരളത്തിലേക്ക് വൈദ്യുതി എന്ന അത്ഭുതം വന്നത് 1929 തിരുവനന്തപുരത്തെ തെരുവിൽ ആദ്യമായി ഇലക്ട്രിക് ബൾബുകൾ തെളിഞ്ഞപ്പോൾ നമ്മുടെ കാരണവന്മാർ അത്ഭുതത്തോടെ നോക്കി നിന്ന ആ രാത്രി, രാജഭരണക്കാലത്ത് തുടങ്ങിയ ആ മാറ്റമാണ് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ വരെയുള്ള വെളിച്ചങ്ങളിലേക്ക് നമ്മളെ എത്തിച്ചത്. പണ്ടൊക്കെ ഒരു കാറ്റടിച്ചാൽ അല്ലെങ്കിൽ ഒന്ന് മഴ ചാറിയാൽ നാട്ടിൽ കറണ്ട് പോകൽ പതിവാണ്. അന്ന് ഉമ്മറത്തി വിളക്ക് തെളിയുന്നത് വരെ വീട് മുഴുവൻ ഇരുട്ടിലായിരിക്കും. പക്ഷേ ഇന്നത്തെ കുട്ടികളുടെ അവസ്ഥ നോക്കൂ. വീട്ടിൽ ഇൻവെർട്ടറും സോളാറും ഉള്ളതുകൊണ്ട് കറണ്ട് പോയാലും അവർ അറിയുന്നില്ല. വൈഫൈ കട്ടാകുമ്പോൾ മാത്രമാണ് അവർ ഈ ലോകത്ത് കറണ്ടുണ്ടായിരുന്നു എന്ന കാര്യം പോലും ഓർക്കുന്നത്. അന്നത്തെ ആ മണ്ണെണ്ണ വെളിച്ചത്തിൽ നമ്മൾ കണ്ട കുഞ്ഞു ലോകമല്ല ഇന്നവരുടെ മുൻപിലുള്ളത്. സ്മാർട്ട് ഫോണിൻ്റെയും LED ബൾബുകളുടെയും വെളിച്ചത്തിൽ ഇരുട്ട് എന്നത് അവർക്ക് അപരിചിതമായ ഒന്നായി മാറിക്കഴിഞ്ഞു. ഈ വിളക്ക് മിനുക്കിക്കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, പഴയ ആ പ്രൗഢി തിരിച്ചു വന്നിരിക്കുന്നു. നമ്മൾ എത്ര വലിയ ടെക്നോളജിയിലേക്ക് വളർന്നാലും നമ്മുടെ പഴയ ഉമ്മറത്തെ ആ വെളിച്ചം നൽകിയ ഒരു സുരക്ഷിത ബോധമുണ്ടല്ലോ, അത് മറ്റൊരു സ്മാർട്ട് ലൈറ്റിനും നൽകാൻ കഴിയില്ല. ആ പഴയ ഓർമ്മകളെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പുതിയ കാലത്തെ വെളിച്ചത്തിലേക്ക് നടക്കാം. അപ്പോൾ മറ്റൊരു ചരിത്രവും വിശേഷവുമായി ഞാൻ വീണ്ടും നിങ്ങളിലേക്ക് വരും. നേരം പോക്കിന് നേരറിയാം. സ്നേഹപൂർവം, അബൂക്കിനാൻ.